RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് RRB JE എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് ഇപ്പോഴും പലരും കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്, എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, പേയ്മെൻറ്റ് എത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ RRB JEയുടെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് അല്ലെങ്കിൽ പല നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ആ പോസ്റ്റുകളുടെ കീഴിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് വേണ്ടി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അതായത് റോൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് RRB JEയിൽ പോസ്റ്റ് ആവുന്ന ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് ആവുന്ന ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് കീ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് അറിയാം. RRBയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും സംതിങ് റിലേറ്റഡ് ടു റെയിൽവേ വർക്ക്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കൺസ്ട്രക്ഷനും മെയിൻ്റനൻസ് വർക്കുമാണ് മെയിനായിട്ടും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ മേലിൽ റെസ്പോൺസിബിലിറ്റി വരാം. അതിനകത്ത് നമുക്ക് റെയിൽവേ ട്രാക്ക് വരാം. റെയിൽവേ ട്രാക്കിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും വരുന്ന പോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് പെർമനൻറ്റ് വേ എന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വരികയും നമ്മൾ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ആ ഒരു പോസ്റ്റിലേക്ക് എന്താ പറയുക പോസ്റ്റിംഗ് ആവുകയും ചെയ്തു. ഓക്കെ, രണ്ടാമത്തത് പ്ലാറ്റ്ഫോം സ്റ്റേഷൻ ഓഫീസസ്, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സിലേക്ക് വരും. അത് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ പ്ലാറ്റ്ഫോമുകളുടെ കൺസ്ട്രക്ഷൻ വരാം, സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്ക്സ് വരാം, അതുകൊണ്ട് ഓഫീസസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അതിനകത്ത് വരാം. ദെൻ ബ്രിഡ്ജസ്, കൾവേർട്സ്, ടണൽസ് ഒക്കെ വരും. അതായത് നമ്മുടെ റെയിൽവേ ബ്രിഡ്ജുകൾ, കൾവേർട്സ്, ടണൽസ് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അതും നമ്മുടെ ഒരു ജൂനിയർ എഞ്ചിനീയറിൻ്റെ തന്നെ വർക്കിൻ്റെ സ്കോപ്പിൽ താഴെ വരുന്നതാണ്. ദെൻ ബിൽഡിങ്സ്, ക്വാർട്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, വർക്ക്ഷോപ്സ്. ഇത് കൂടാണ്ട് റെയിൽവേക്ക് തന്നെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ടാവും. റെയിൽവേയുടെ ക്വാർട്ടേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട്, റെയിൽവേയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷനും എല്ലാം ആര് തന്നെയാണ് ചെയ്യുന്നത്? സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ റെയിൽവേയിലുള്ള പല ജോലികൾ തരംതിരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ട്രാക്കിൻ്റെ സേഫ്റ്റി. എപ്പോഴും നമ്മൾ റെയിൽവേ ട്രാക്ക് കറക്റ്റ് ഗേജിൽ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റെയിൽസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെല്ലാം നോക്കേണ്ടത് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ അടങ്ങുന്ന ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഇൻസ്പെക്ഷനും അതിൻ്റെ ക്വാളിറ്റി കൺട്രോളൊക്കെ നമുക്ക് എൻഷുർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? RRB JEയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ദെൻ സൈറ്റ് സൂപ്പർവിഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽ മാനേജ്മെൻറ്റും നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് തന്നെയാണ്. ദെൻ എസ്റ്റിമേറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, അതായത് നമുക്ക് നമ്മുടെ എസ്റ്റിമേറ്റ്, ഒരു വർക്കിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം, ആ വർക്കിൻ്റെ ഒരു മോണിറ്ററിങ് നടത്തുക. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്? നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പിന്നെ കോൺട്രാക്ടേഴ്സുമായിട്ടുള്ള കോർഡിനേഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. ബിക്കോസ് നമ്മൾ ഓരോ വർക്കും കോൺട്രാക്റ്റിൽ കൊടുക്കുമ്പം ആ കോൺട്രാക്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ലീഡ് ചെയ്യേണ്ടതും നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ അടങ്ങുന്ന ടീം തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും, പെർമനൻറ്റ് വേ വർക്ക്സ്. അപ്പം ഓരോ കാറ്റഗറിയിലും വരുന്ന ജോലികൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വർക്ക്സ് ആണ്. വർക്ക്സ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ റെയിൽവേയുടെ താഴെ വരുന്ന എന്ത് കൺസ്ട്രക്ഷൻ വർക്കും വർക്ക്സ് കാറ്റഗറി വരും. അതായത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആവാം, പ്ലാറ്റ്ഫോമിൻ്റെ കൺസ്ട്രക്ഷൻ ആവും, ഓഫീസസിൻ്റെ കൺസ്ട്രക്ഷൻ ആവും. റെയിൽവേയുടെ പരിധിയിൽ വരുന്ന എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷനും വർക്ക്സ് കാറ്റഗറി അല്ലെങ്കിൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അടങ്ങുന്ന ജൂനിയർ എഞ്ചിനീയറിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. രണ്ടാമത്തെ പെർമനൻറ്റ് വേ അല്ലെങ്കിൽ PV എന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ PVയിൽ നമുക്ക് ട്രാക്കിൻ്റെ കാര്യം, പെർമനൻറ്റ് വേ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ ഓൾറെഡി. റെയിൽവേ എഞ്ചിനീയറിംഗിൽ പെർമനൻറ്റ് വേ എന്താണെന്നുള്ള അറിവുണ്ടായിരിക്കും. സോ ഈ പെർമനൻറ്റ് വേയിലുള്ള അതായത് നമ്മൾ ട്രാക്കിൻ്റെ മെയിൻ്റനൻസും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ ട്രാക്ക് ലേയിങ്, അലൈൻമെൻറ്റ്, ട്രാക്ക് സേഫ്റ്റി, ഇതെല്ലാം ഉറപ്പാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പെർമനൻറ്റ് വേ എന്ന് പറയും. ഇനി മൂന്നാമത്തെ ബ്രിഡ്ജാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു റെയിൽവേ ബ്രിഡ്ജസോ കൾവേർട്സോ ഒക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നതാണ് ബ്രിഡ്ജ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ബ്രിഡ്ജസ്. ദെൻ കൺസ്ട്രക്ഷൻ വീണ്ടും ഒരു വിങ് ഉണ്ട്. അവിടെ ലാർജ് സ്കെയിൽ റെയിൽവേ പ്രൊജക്ട്സ് വരുമല്ലോ, സാധാരണ നമ്മുടെ വർക്ക്സിൽ വരാത്ത ലാർജ് സ്കെയിൽ റെയിൽവേ പ്രൊജക്ട്സിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരിക. ദെൻ സേഫ്റ്റി വരിക, ഡേറ്റ ഇൻസ്പെക്ഷൻ ആൻഡ് സേഫ്റ്റി ഓഡിറ്റും കാര്യങ്ങളും ഒക്കെയാണ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വരിക. സോ ഇത്രയുമാണ് നമുക്ക് മേജർ വർക്ക് ഏരിയാസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. റെയിൽവേയുടെ താഴെ വരുന്ന മേജർ വർക്ക്സ് ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് അവേഴ്സ് ആണ്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ജനറലി നമുക്ക് 9 to 5 PM ആണ് ഓഫീസ് പോസ്റ്റിംഗ്. അതായത് ഇപ്പോൾ വർക്ക്സോ അങ്ങനെയുള്ള കാറ്റഗറി, ഇപ്പോൾ ഓഫീസ് വർക്ക്സിനൊക്കെ നമുക്ക് മിക്കവാറും 9 to 5 AM തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ജോബിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ സൈറ്റ് പോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ട്രാക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ടൈം അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. ആ സമയം നമ്മൾ എന്തിനു ചെയ്യണം? ഇൻസ്പെക്ഷനും കാര്യങ്ങൾക്കും നമ്മൾ അവൈലബിൾ ആയിരിക്കണം. സോ നമ്മൾ ജനറലി 9 to 5 പറയുമെങ്കിലും സേഫ്റ്റിയാണ് നമ്മുടെ റെയിൽവേയിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈറ്റിൽ ഒക്കെ പോസ്റ്റിംഗ് ആവുന്ന ആൾക്കാർ ഏത് നിമിഷം വിളിച്ചാലും എന്തെങ്കിലും അത്യാവശ്യ എമർജൻസി സിറ്റുവേഷനിൽ ദേ മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ.
ഇനി അടുത്തത് നമുക്ക് സാലറിയാണ്. സാലറി അലവൻസസും ഒരു ജസ്റ്റ് അപ്രോക്സിമേറ്റ് മാത്രമാണ് പറയുന്നത്. 50,000 to 60,000 ആണ് ഒരു മാസം നമുക്ക് കിട്ടുക. അത് നമ്മുടെ DA, HRA, TA അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അലവൻസസ് ആണ്. പിന്നെ നമുക്ക് ഓവർ ടൈം അലവൻസസ്, റിസ്ക് അലവൻസസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് നമ്മൾ സേഫ്റ്റി ഈ കാര്യം കൺസിഡർ ചെയ്ത് പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഓവർ ടൈം അലവൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ പാസ് ഫ്രീ ആണ്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും റെയിൽവേയിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് നോക്കാം. JEE ആയിട്ട് കയറി കഴിഞ്ഞാൽ സാധാരണ JEE കഴിഞ്ഞാൽ അടുത്ത SC ആണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ SSC ആണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻ കിട്ടുന്ന അഡീഷണൽ ഡിവിഷണൽ എഞ്ചിനീയർ ആണ്. ദെൻ ഡിവിഷണൽ എഞ്ചിനീയർ വരും, ദെൻ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ വരും, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ചീഫ് എഞ്ചിനീയർ. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ഏജിലൊക്കെയാണ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഏത് പോസ്റ്റ് വരെ എത്താൻ പറ്റുമെന്ന് യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ കരിയർ വൈസ് കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടും. ബിക്കോസ് സർവീസിലിരിക്കുന്ന കാലയളവ് കൂടുതലായിരിക്കും. ദെൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റെയിൽവേയിൽ കയറി പറ്റിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് എഴുതാം. അതിപ്പോൾ JEE പോസ്റ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും പോസ്റ്റിൽ കയറിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ സാങ്ഷനായിട്ട് വരുമ്പം ഈ എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പഠിച്ച കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നോക്കാം. എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് വരും, പിന്നെ ടെൻഡറിങ് ആൻഡ് കോൺട്രാക്ട് നോളജ്. അത് നമ്മൾ കോൺട്രാക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെൻഡേഴ്സിനെ കുറിച്ചും കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടും ഒരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ ഓട്ടോകാഡിൻ്റെ ബേസിക്സ് വേണം. അത് ഭയങ്കര മാൻഡേറ്ററി ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ എല്ലാം ഓട്ടോമേഷനിലേക്ക് പോകുന്നതുകൊണ്ട് ഓട്ടോകാഡും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ പ്രാക്ടിക്കൽ നോളജ് വേണം. പിന്നെ സിവിലിൻ്റെ കോഡ്സും ഒരു ഏകദേശം ധാരണ ഉണ്ടായിരിക്കണം. കാര്യം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ. സോ ഇതാണ് നമ്മുടെ സ്കിൽസ്, നമ്മൾ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സ്കിൽസ് എന്ന് പറയും. ഇനി നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അക്കോമഡേഷനാണ്. നമുക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിലൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് അക്കോമഡേഷൻ പോസിബിൾ ആണ് റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ എൻ്റയർ ഫാമിലിക്ക് നമുക്ക് മെഡിക്കൽ അഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ നാഷണൽ പെൻഷൻ സ്കീമിലെ പെൻഷൻ പോസിബിൾ ആണ്. ദെൻ ഗ്രാറ്റുവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ PF ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ ജോബിനെ അപേക്ഷിക്കുമ്പോൾ ഫാർ പ്രഷർ നമുക്ക് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഡിവിഷനാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വലിയ പ്രൊജക്ട്സിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും വേറൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു കരിയറിലുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പേയ്മെൻറ്റ്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ഈ ഒരു ജോലിയുടെ നേച്ചറൊക്കെ ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ പ്രിഫറൻസ് വെക്കണം എന്നും ഒരു ഐഡിയ കിട്ടിക്കാണും. അതനുസരിച്ചാണ് നിങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കാറ്റഗറി വൈസ് പോസ്റ്റിൻ്റെ കട്ട് ഓഫ് CBT 1 ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ CBT 2 എത്ര മാർക്ക് ഉണ്ടെങ്കിലും ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ CBT 1 CBT 2 മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫാക്റ്റ് മനസ്സിലാക്കി RRB JEEക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങാം. RRB JEE സ്പെഷ്യൽ കോഴ്സസ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ RRB JEE എക്സാമിനും നമ്മൾ ഒത്തിരി റിസൾട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പലരും DV കഴിഞ്ഞ് പോസ്റ്റിംഗ് ആയവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ RRB JEE എന്ന് പറയുന്ന ഒരു സുവർണ്ണ അവസരം മിസ്സാക്കാതെ എല്ലാ വർഷവും നമുക്ക് വിളിക്കും. എന്നാലും അറ്റ് ദ ഏർലിയസ്റ്റ് കയറി പറ്റാനായിട്ട് നോക്കുക. കഴിഞ്ഞ RRB JEEക്ക് ക്വാളിഫൈ ആവാൻ പറ്റാത്തവർക്ക് ഉള്ള ഒരു നെക്സ്റ്റ് അവസരം കൂടിയാണിത്. സോ നമ്മുടെ കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെ സ്ക്രോൾ ചെയ്തു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.